കട്ടപ്പനയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തെയും ആളുകൾക്ക് പരിക്കേറ്റു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കട്ടപ്പന പുളിയമല റോഡിൽ പ്രവർത്തിക്കുന്ന അമ്പാടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 8 പേരടങ്ങുന്ന സംഘവും ഹോട്ടലിലെ ജീവനക്കാരും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത്. തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെയും ആളുകൾക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റു. തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. വിവാഹ ആവശ്യത്തിന് വസ്ത്രങ്ങളും മറ്റും എടുക്കാൻ കട്ടപ്പനയിലെത്തിയ മ്ലാമല സ്വദേശി ഷംസും കുടുംബവും ഉച്ചഭക്ഷണത്തിനായി പുളിയമല റോഡിലെ അമ്പാടി ഹോട്ടലിൽ എത്തുകയായിരുന്നു. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായ രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടായതെന്ന് ഇവർ പറഞ്ഞു. തുടർന്ന് തങ്ങൾക്ക് നേരെ ജീവനക്കാർ അസഭ്യം പറഞ്ഞതായും തങ്ങളെ ആക്രമിച്ചതായും ഭക്ഷണം കഴിക്കാനെത്തിയവർ പറഞ്ഞു. കഴിക്കാൻ പോയപ്പോൾ ഫാമിലി മൊത്തം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 2 ടേബിളിലായിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ ലേറ്റായി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ചേട്ടാ ലേറ്റ് ആകുന്നതെന്ന് ചോദിച്ചു. ആദ്യം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് പുള്ളി ചോറ് കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ ചോറ് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ടേബിളിൽ കിട്ടി, വാപ്പാക്കൊന്നും കിട്ടിയില്ല. ചോദിച്ചപ്പോഴത്തേക്കും നിക്ക് തൊലയാതെ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഒന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചെന്നൊരു ചോറ് കിട്ടാൻ വന്നപ്പോൾ ചേട്ടാ അതെന്ത് വർത്താനോ പറഞ്ഞെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ലൊരു തെറിയും കൂടെ പറഞ്ഞു. അത് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാനെ പറഞ്ഞു ഞങ്ങൾ മക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് പോയി ചോദിച്ചു. അപ്പോഴും അടിയോ പിടിയോ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് ആൾക്കാരില്ല, അത് ഒച്ചപ്പാടും വെള്ളമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പതുക്കെ വെളിയിലോട്ട് ഇറക്കി. വെളിയിലിറക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളെ തിരിച്ചു കയറി വന്നു. തിരിച്ച് കയറി കൈ കഴുകിയിട്ടില്ലായിരുന്നു. കൈ കഴുകാൻ വേണ്ടി കയറി വന്നാൽ ഉമ്മ അകത്തായിപ്പോയി. ഉമ്മാനെയും പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് അവർ ഷട്ടർ അടച്ച് അവിടുത്തെ കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. എല്ലാവരും വലിച്ചു വരടിച്ചു. കുപ്പി ഗ്ലാസ് വെച്ച് എറിഞ്ഞ് ജഗ്ഗിനടിച്ച് എൻ്റെ തലയിൽ 3-4 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ അത് ബാക്കി പരിക്കും ചെയർ വെച്ച് വരെ അടിച്ചിട്ടുണ്ട്. അവിടെ ഗ്ലാസും കുറെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് പോരാത്തതിന് പോലീസുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിന്റെ വെളിയിലോട്ട് ഇറക്കി വിടുന്നത്. ഇറങ്ങി വന്ന വഴിക്ക് എന്റെ ഏറ്റവും അനിയന്റെ മുഖത്ത് നോക്കി അവിടെ മദ്യപിച്ചിരുന്ന ഒരാളായിരിക്കുന്നത് പോലീസുകാരുടെ മുമ്പിലിട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിനിരയായ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. വലിയ തിരക്കുള്ള സമയത്താണ് ഇവർ ഭക്ഷണം കഴിക്കാനെത്തിയത്. എന്നാൽ നൽകിയ ഭക്ഷണത്തിൽ കറി കുറവാണെന്ന് പറഞ്ഞ് യാതൊരു പ്രകോപനവും കൂടാതെ ഭക്ഷണം കഴിക്കാനെത്തിയവർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു. 8 പേരുണ്ടായിരുന്നു. ഇവർക്ക് 8 ചോറ് കൊണ്ടുവന്നിരുന്നപ്പോൾ തന്നെ ഇവർക്ക് കറി കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കറി അങ്ങനെ നമ്മൾ ആദ്യം കുറച്ചേ നമ്മൾ ഇറങ്ങുള്ളൂ. രണ്ടാമത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ കറി എടുക്കാൻ പോയി. വേറെ ഒരു 5 ബിരിയാണി കൊടുക്കാൻ പോലും നിന്നില്ല. ഇവർക്ക് ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞ് പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു. പുളിശ്ശേരി എടുത്ത് കൊടുത്തപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കറി പിന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കറി എടുത്ത് കൊടുക്കുക. ഞാൻ ചോറ് വേണമെന്ന് പറഞ്ഞു. ഇവർ എന്നെ തെരുതര ഇങ്ങനെ ഓടിക്കുക. ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പെട്ടെന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും പറഞ്ഞു ഞാൻ ഇവരെ തെറി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കയറി അടിക്കുക ചെയ്ത് ജഗ് എടുത്ത് എന്നെ തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇമാര് നിർത്തി ഇമാര് ചെറുപ്പക്കാരുള്ളെല്ലാം നിർത്തിയിട്ട് തന്നെ അടിക്കുക ചെയ്ത് എൻ്റെ ഷർട്ടും എല്ലാം കയറി ബ്ലഡെല്ലാം എൻ്റെ 8 സീറ്റുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു വർമാശാല ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അവരോട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. ആക്രമണത്തിൽ ഹോട്ടലിലുള്ള വസ്തുക്കൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷണം വാങ്ങുവാൻ ഹോട്ടലിലെത്തിയ ആളുകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു.